നമ്മുടെ ആത്മീയത വർദ്ധിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആത്മീയമായിട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാകണം, അഭിന്നത കുറയണം. പല രീതിയിലും എല്ലാ ആൾക്കാരും നമ്മുടെ ലെവലിലോ നമ്മുടെ ചിന്താഗതി ആയിരിക്കത്തില്ല. എന്നാലും ആ ഡിവിഷൻസ്, ഭിന്നത, വഴക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം കുറയേണ്ടതാണ്. അഥവാ കുറയുന്നില്ല എങ്കിലോ നമ്മൾ പറയും അത് ഇന്നാട്ട് കുറ്റമാണ്, ഇവർ ശരിയല്ല, അവർ ശരിയല്ല, നമ്മൾ പറയും അല്ലേ. ഭിന്നത കുറയുന്നില്ല എങ്കിലോ അതിൻ്റെ അർത്ഥം എൻ്റെ കുറ്റമാണ്. സ്തോത്രം. എനിക്ക് വേറെ ആരും നന്നാക്കാനൊക്കത്തില്ല, ശരിയാക്കാനൊക്കത്തില്ല. എനിക്ക് ശരിയാക്കാനൊക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയെ ഞാനങ്ങ് ശരിയാക്കണം അല്ലേ. അത് ദൈവം നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പല കാര്യങ്ങളും അതിനെക്കുറിച്ച് കേട്ടല്ലോ. ഞാനത് ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലും അത് കഴിഞ്ഞിട്ടാണ് ഈ ഇന്നത്തെ വേദഭാഗം നമ്മൾ വായിക്കാൻ പോകുന്നത്. ഒന്ന് വായിക്കണേ, 10 തൊട്ട് 16 വരെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്നെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാകും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് നീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്. നമ്മുടെ ഈ ചർച്ചിൻ്റെ ഹോള് പണിതപ്പോൾ എഞ്ചിനീയറിനോട് പറഞ്ഞു ഏകദേശം ഒരു 4 നില പണിയണം. ഇപ്പോൾ 1 നില ആയിട്ടുള്ളൂ, ചിലപ്പോൾ 2 നില എന്തെങ്കിലും പണിയും, 3 നില എന്തെങ്കിലും പണിയും, 4 നിലയ്ക്ക് വേണ്ടിയുള്ള പണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫിലിപ്പ ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ ചെയ്തത്. അപ്പം നിലയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചുണ്ടല്ലോ ഭൂമിക്കടിയിലുള്ള പണി എന്തു ചെയ്യും? കൂടും. ഭൂമിക്കടിയിൽ ചിലവാക്കുന്ന എമൗണ്ടും കൂടും, അതിൻ്റെ അധ്വാനവും കൂടും. അപ്പം കുറേ നാൾ കാണുന്നത് എന്തുവാ? പുറത്തുനിന്ന് നോക്കിയാൽ കുറേ നാൾ കാണുന്നത് ഒരു കുഴി. ഇവർ ഈ കുഴിയും കൊണ്ടിരിക്കുക. എത്ര നാളായി ഈ കുഴി? ഈ കുഴിയൊന്നും നികത്താൻ സമയമായിട്ടില്ല, ഈ കുഴിയും കൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക. എത്ര നാളായി? മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. എന്നാലും നമ്മുടെ ഉള്ളിൽ ചില പ്ലാനുണ്ട്. ഈ കെട്ടിടം ഇങ്ങനെ ആയിത്തീരണം എന്ന് ഭാവിയിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അതിന് തക്കവണ്ണം ചിലപ്പം രണ്ട് നില പണിയത്തുള്ളായിരിക്കും, ചിലപ്പം 3 പണിയത്തുള്ള, എന്നാലും 4 വേണ്ടി നമ്മളങ്ങ് റെഡി ആവുക. അപ്പം അടിസ്ഥാനം അതിന് തക്കവണ്ണം ബലപ്പെട്ട് അല്ലെങ്കിൽ ശരിയാകത്തില്ല. ആത്മീയ വർധനയെക്കുറിച്ചാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ ആത്മീയ വർധന നമ്മൾ ആഗ്രഹിക്കുന്നു, അത് വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങ് പണിയങ്ങ് ആരംഭിച്ചാൽ എന്തിനാ സമയം കളയുന്നത്, എന്തിനാ ഇത്രയും പൈസ കളയുന്നത്, എത്ര ലക്ഷം രൂപ ഈ ഭൂമിക്കടി നമ്മൾ കൊണ്ട് കളഞ്ഞത് അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ലക്ഷങ്ങളായിരുന്നു. നമ്മൾ ചിന്തിക്കുക ചുമ്മാ അതിന് പകരം ഇവിടെ നിന്ന് പണിത് തുടങ്ങാം. ഇത്ര ആഴത്തിലോട്ട് പോയി ഇത്രയും പൈസ മുടക്കേണ്ടി, ഇത്രയും മെനക്കെട്ടിട്ട് കാര്യമില്ല, നമുക്കങ്ങ് പണിയാമെന്നല്ല, നല്ല മനോഹരമായിട്ട് പണിയാം ഒക്കും, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മനോഹരമായിട്ട് പണിയും. എത്ര നാൾ നിലനിൽക്കും എന്നുള്ള കാര്യം മാത്രമേ സംശയമുള്ളൂ അല്ലേ. സംശയമൊന്നുമല്ല, നിലനിൽക്കത്തില്ല, നമുക്കതറിയാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പല ആൾക്കാരെയും പഠിപ്പിക്കുകയും വർഷങ്ങളായിട്ട് നമ്മുടെ ചർച്ചയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഈ ഇടയ്ക്ക് ചെറിയൊരു ബിസിനസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ പലരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ആൾക്കാർക്ക് എവിടെയാണെന്നറിയാമോ? ഇത് ചെയ്യുമ്പോൾ അടുത്ത 2, 3, 4, 5 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ മെനക്കെട്ടൊരു കാര്യമില്ല, ഒരു ഉത്സാഹവുമില്ല. മനസ്സിലായോ? പല ആൾക്കാരും അങ്ങോട്ട് ഞാൻ സാറ് പറഞ്ഞു 3 വർഷം എടുക്കും, 4 വർഷം എടുക്കും, ഈ
ഇപ്പോഴത്തെ കാര്യം നടക്കണ്ടായോ? അടിസ്ഥാനത്തിൻ്റെ കാര്യം പറഞ്ഞില്ലയോ? എത്ര മാസം, എത്ര ലക്ഷം രൂപ, ചുമ്മാ അത് സമയം കളഞ്ഞിട്ട് കാര്യമില്ല, പൈസ കളഞ്ഞിട്ട് കാര്യം. ഇപ്പോഴത്തെ കാര്യം നടക്കട്ടെ, നമുക്ക് ഭൂമിയിൽ നിന്ന് പണിത് തുടങ്ങാം. ഒരിക്കലും നമ്മൾ ചെയ്യത്തില്ല. അതേപോലെ വാല്യൂ ഉള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടൊരു കാര്യം. അതിനെക്കാട്ടിലും വാല്യമുള്ള കാര്യമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പല കാര്യങ്ങൾ. അത് എൻ്റെ ബെനിഫിറ്റ് എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, ഇനി വരാൻ പോകുന്ന തലമുറകൾ, ശ്രദ്ധിച്ചോണേ, കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, വരാൻ പോകുന്ന തലമുറകളൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടൊരു കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട്, ഇന്നത്തെ കാര്യം മാത്രമല്ല, 3 വർഷം, 4 വർഷം, 5, 10, 20 വർഷത്തെ കാര്യങ്ങൾ ഇപ്പോഴേ ചിന്തിച്ചേ ഒക്കത്തുള്ളൂ. പലർക്കും അതുപോലും ചിന്തിക്കാൻ ഒക്കുന്നില്ല. അത് പറയുമ്പോൾ അങ്ങോട്ട് ഇത്ര മെനക്കെട്ടൊരു കാര്യം എന്തിനാ, ഇത്രയും മെനക്കെട്ടൊരു ഇപ്പോഴെന്തെങ്കിലും ചിന്തിക്കാൻ ഒക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ആത്മീയ ജീവിതത്തിൻ്റെ കാര്യം. പലരും ചിന്തിക്കും, ഞാൻ ഒരാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു, കഴിഞ്ഞ മാസം ഉപവാസ പ്രാർത്ഥന ഒരു വ്യത്യാസം ഉണ്ടായില്ല, പ്രാർത്ഥിച്ചിട്ട് എന്തോ വലിയ കാര്യം, വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? പിന്നെ ചില വിരലി കൊണ്ടും, കണ്ടോ ഇവരെ കണ്ടോ, പ്രാർത്ഥിക്കുന്നവരാ, കണ്ടോ അവരുടെ ജീവിതം കണ്ടോ, ഇന്നാരെ കണ്ടില്ലേ, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ബാക്കി എല്ലായിടത്തും നോക്കും. ഇതെല്ലാം നമ്മൾ മാറ്റി വിട്ടിട്ട് എന്ത് ചെയ്യണം? എൻ്റെ ആത്മീയ ജീവിതം, നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മീയ ജീവിതം, അത് പ്രോപ്പറായിട്ട് ബലപ്പെടുത്തി പണിതെടുക്കാമെങ്കിൽ വരാൻ പോകുന്ന തലമുറകൾ, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന പലരും നമ്മുടെ ചർച്ചിൻ്റെ ആരംഭത്തിൽ ചെറുപ്പക്കാരായിരുന്നു, കുഞ്ഞുങ്ങളായിരുന്നു. അവർ വളർന്നു, വിവാഹം കഴിച്ചു, അവർക്കും കുഞ്ഞുങ്ങളായി. അതിലെ ചിലർ ഇപ്പം കോളേജിൽ പഠിക്കുന്നവരുണ്ട്, സ്തോത്രം. അവരുടെ വിവാഹത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക. കോളേജിൽ പഠിക്കുന്നവരുടെ വിവാഹത്തിന് വേണ്ടി തീർച്ചയായിട്ടും നേരത്തെ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളോടും പറയണം, നേരത്തെ പ്രാർത്ഥിക്കണം. കുഞ്ഞ്, ഈ ചുമ്മാ അതങ്ങ് സിമ്പിളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ, പിന്നെ പിന്നെ പിന്നെന്ന് അല്ല, ഇപ്പോഴേ പ്രാർത്ഥിക്കുക, ദൈവസേനയിൽ വയ്ക്കുക. കാരണം ആ ഒരു തീരുമാനം ജീവിതകാലം മുഴുവനും, ഇന്ന് ഞാൻ ഏത് ഷർട്ടാണ് ഇടുന്ന, അത് എങ്ങനെങ്കിലും ആയിക്കോട്ടെ, എന്നാലും ഈ ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലൈഫ് ലോങ് മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ ബാധിക്കുന്ന തീരുമാനങ്ങളാണ്. ഇനി വാക്യത്തിലോട്ട് മടങ്ങി വരാം. 10, 11 ഒന്നുകൂടെ വായിക്കാമോ? 1 കൊരിന്ത്യർ 3:10-11. യെസ്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ശ്രദ്ധിച്ചോണേ, ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി. ഭയങ്കര ഒരു വാക്കല്ലേ? ശ്രദ്ധിച്ചോണം, ഭയങ്കര ഒരു സ്റ്റേറ്റ്മെൻറ്റാ. ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായിട്ട്. എനിക്ക് വേണേൽ പറയാം, നമുക്ക് അങ്ങോട്ട് പിടിക്കുക, ഇത്ര അടി ഇങ്ങോട്ട്, ഇത്ര അടി അങ്ങോട്ട്, നോക്കട്ടെ, ഏകദേശം ഒരു 10 അടി കുഴിക്കുക, ഇങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുവേണ്ടി പഠിത്തവും ട്രെയിനിങ്ങും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. പൈസ കൊടുക്കണം, എന്നാലും അവരെ ഏൽപ്പിച്ചു. മനസ്സിലായോ? അതിന് തക്കവണ്ണമാണ്. എനിക്ക് പല പല സംശയങ്ങളുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ട്, അതെന്തുകൊണ്ട്, ഇതെല്ലാം ഒത്തിരി പുള്ളിയോട് ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളെല്ലാം ഉത്തരം പറഞ്ഞു, ക്ലിയർ ആക്കി. കാരണം അതിനെക്കുറിച്ചുള്ള എൻ്റെ ജ്ഞാനം കുറവാണ്, എൻ്റെ എക്സ്പീരിയൻസ് കുറവാണ്. അതിനനുസരിച്ച് ഒത്തിരി ചോദ്യങ്ങൾ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ കുടുംബത്തെ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ പണിതെടുക്കുന്നത് എങ്ങനെങ്കിലും ആയിക്കോട്ടെ, എനിക്കറിയത്തില്ല, അങ്ങനെ ഒക്കത്തില്ല. അല്ലെങ്കിൽ എൻ്റെ പപ്പ ഇങ്ങനെയായിരുന്നു, വല്യപ്പച്ചൻ ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ കുടുംബമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ പോട്ടെ. ഒക്കത്തില്ല, അങ്ങനെയൊക്കെ പോയാലും ഒക്കത്തില്ല. നമ്മുടെ പൂർവികർ ചെയ്തത് നമ്മൾ അക്നോളജ് ചെയ്യുക, അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ താഴ്ത്ത് കെട്ടിയിട്ട് കാര്യമില്ല. അവർക്കുള്ള അറിവിനനുസരിച്ച് അവർ ചെയ്തു. ഇനിയും നമ്മുടെ ഉത്തരവാദിത്വം, ഇംഗ്ലീഷിൽ പറയും, we step on the shoulders of those who went before us. നമ്മുടെ പിന്നാലെ പോയ തലമുറകൾ, അവരുടെ തോളത്തുനിന്ന് അടുത്ത ലെവലിലോട്ട് നമ്മൾ പോകേണ്ടത്. മനസ്സിലായോ?
അവരെവിടെ നിൽക്കുന്നോ അതിൻ്റെ അടുത്ത ലെവലിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ പ്രധാന ശില്പിയായിട്ട്, അഹങ്കാരത്തിൻ്റെ വാക്കല്ല, ഞാനിത് പഠിച്ചെടുക്കും, ഞാൻ ദൈവവചനം വായിക്കും, ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. അവിടെ പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞത് ദൈവം എനിക്ക് തന്ന കൃപ പ്രകാരം, അല്ലേ, വെറുതെ അങ്ങ് പറയുമല്ല, ദൈവം അതൊരു ദൈവകൃപയാണ്. കർത്താവേ അങ്ങയുടെ കൃപ എനിക്ക് തരണമേ, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ ആത്മീയ ജീവിതം എങ്ങനെങ്കിലും അങ്ങ് നയിക്കുക അല്ല. കർത്താവേ അങ്ങനെയല്ല, കർത്താവേ ദൈവം എനിക്ക് കൃപ തരണം. നല്ലപോലെ പഠിച്ച്, ബുക്സ് വായിച്ച്, വചനം വായിച്ച്, ഞായറാഴ്ച ഇവിടെ കേൾക്കുന്ന ഓരോ മെസ്സേജും നോട്ട് എഴുതി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നോട്ട്ബുക്കും കൊണ്ടായിരുന്നു. ചിലപ്പോൾ ആനി ആയിരിക്കും പ്രസംഗിക്കുന്നത്, ജേക്കബ് പാസ്റ്റർ ആയിരിക്കും പ്രസംഗിക്കുന്നത്, ജെയ്സൺ പാസ്റ്റർ, ആര് പ്രസംഗിക്കുന്ന അതിനും നോട്ട്ബുക്കും കൊണ്ടായിരിക്കും. ഞാൻ നോട്ട് എഴുതുക. സെമിനാറിൽ 19-20 വയസ്സുള്ള കുഞ്ഞുങ്ങളാ ചാപ്പിളിൽ ഇങ്ങനെ പ്രസംഗങ്ങളുണ്ട് അവരുടെ. എൻ്റെ സ്റ്റുഡൻസാ, എൻ്റെ കുഞ്ഞുങ്ങളെക്കാട്ടിലും ചെറുപ്രായമാണ്. ഞാൻ നോട്ട്ബുക്കും പേനയും കൊണ്ടിരിക്കുക, എല്ലാതും എഴുതുക. കാരണം വചനത്തിനല്ലേ പ്രസംഗിക്കുന്നത്, എല്ലാത്തിനും എനിക്ക് പഠിക്കാനുണ്ട്. എഴുതുക, വായിക്കുക, പ്രാർത്ഥിക്കുക, എഴുതുക, വായിക്കുക, പ്രാർത്ഥിക്കുക, പഠിക്കുക. നമ്മൾ പഠനം നിർത്തുന്നില്ല കേട്ടോ. ഒഫീഷ്യലായിട്ടുള്ള പഠനം നിർത്തുമായിരിക്കും, അല്ലേ? ഈ ഡോക്ടറേറ്റ് എന്ന് പറയും, ടെർമിനൽ ഡിഗ്രി എന്ന് പറയും. സാധാരണ ടെർമിനൽ ഡിസീസ് എന്നൊക്കെ വാക്കൊക്കെ ഉണ്ട്. നല്ല ടെർമിനൽ ഡിഗ്രി എന്ന് പറയും. ഇവിടെ ഒരാൾ ടെർമിനൽ ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുക, തീരാറായി. സ്തോത്രം, ഞങ്ങൾ സന്തോഷിക്കുന്നു. ഡോക്ടറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാലും പഠിത്തം നിർത്തുന്നില്ല. അത് കഴിഞ്ഞാൽ നമ്മളൊരു ലൈഫ് ലോങ് സ്റ്റുഡൻ്റാണ്. ജീവിതകാലം മുഴുവൻ നമ്മളാരാ? നമ്മളൊരു വിദ്യാർത്ഥിയാണ്. സ്തോത്രം. നമ്മൾ ഓർക്കുക, നമ്മൾ പഠിക്കുക, വായിക്കുക, ധ്യാനിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ അങ്ങയുടെ കൃപ എനിക്ക് വേണം. ഈ കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കഴിവ് എനിക്കില്ല, അതിന് മിടുക്കില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം എനിക്ക് അത്യാവശ്യമാണ്. അങ്ങനെ അത്യാവശ്യമായിട്ട് നമ്മൾ ഒരു പ്രധാന ശില്പിയായിട്ട്, എങ്ങനെയുമല്ല, പ്രധാന ശില്പിയായിട്ട് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം പണിതെടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഒട്ടും ഒക്കത്തില്ല. അവർക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം അത് കിട്ടിയേ പറ്റും, അല്ലേ? തറയെ കിടന്ന് ഊരുണ്ട് ബഹളം വെച്ച് എങ്ങനെയാണെന്നില്ല, എനിക്കിപ്പം ഇത് കിട്ടിയേ പറ്റും. കുഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിപ്പം കടലോട്ട് എത്തും, അല്ല ഇപ്പം കിട്ടണം, അവിടുന്ന് എങ്ങനെയോ ഇവിടെ എത്തിക്കണം. അവർക്കത് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല. അവർക്കത് ഒരു ഇച്ചിരി പ്രായമാകുമ്പോഴെന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കും, ശരി കട വരെങ്കിൽ ഓടിച്ച് പോകണമല്ലോ, അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പൈസ കിട്ടിയിട്ടാട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പലർക്കും പ്രായമായി കഴിഞ്ഞാലും പഠിച്ചിട്ടില്ല, ശരീരം വളർന്നു, അവരുടെ മനസ്സ് വളർന്നിട്ടില്ല, വികാരം വളർന്നിട്ടില്ല. എന്തെങ്കിലും വേണോ, ഇപ്പം തന്നെ എനിക്ക് കിട്ടിയേ പറ്റൂ. അതിനാരെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അവരതിൻ്റെ ശത്രുവാണ്. അവർ ഇങ്ങനെയുള്ള ഒത്തിരിയും വിഷയങ്ങൾ പ്രായമായ വ്യക്തികളും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രധാന ശില്പിയായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പണിതെടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. എന്നാലും അടിസ്ഥാനത്തിൻ്റെ കാര്യം പറഞ്ഞു. അടിസ്ഥാനം ക്രിസ്തുവായിരിക്കുക. അടിസ്ഥാനം ക്രിസ്തുവാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവിനെ കൊടുക്കണം കേട്ടോ. കുറെ വാക്കുകളോട് പറയുന്ന സന്തോഷം പോരാ, ക്രിസ്തുവിനെ കൊടുക്കണം. യേശുമായിട്ടുള്ള ഒരു പേഴ്സണലായിട്ട് ബന്ധം അവർക്ക് വരാൻ വേണ്ടി അത് നമ്മൾ അറ്റാച്ച് ചെയ്ത് ഒരു എക്സ്ട്രാ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാനൊന്നും നോക്കത്തില്ല. ഷോപ്പിൽ കൊണ്ടുപോയിട്ട് സ്ക്രൂ ചെയ്ത് കയറ്റാനൊന്നും നോക്കുന്ന സാധനമല്ല. കുത്തിയിരുന്ന് മാതാപിതാക്കൾ കുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ കുഞ്ഞ് ദൈവമായിട്ടൊരു ബന്ധത്തിലായിത്തീരട്ടെ, അവരുടെ ഹൃദയത്തിൽ യേശുമായിട്ടൊരു ബന്ധം നമ്പർ 1 ആയിത്തീരട്ടെന്ന് പ്രാർത്ഥിച്ച്. കാരണം ലോകത്തിൽ ഒത്തിരി ഫോഴ്സസ് ഉണ്ട്. ഇവിടെ നമ്മൾ ചർച്ചയിൽ വരുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ വീട്ടിലിത് പറയുന്നു, അത്രയുള്ളല്ലോ. ലോകത്തിൽ അനേക ഫോഴ്സസ് ഉണ്ട്. അവരുടെ ഹൃദയം മറ്റ് പല കാര്യത്തിലോട്ട് വലിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ഫോഴ്സസ് ഉണ്ട്. ചിലർക്ക് ഭയമുണ്ട്, അയ്യോ പ്രാർത്ഥിച്ച് അവർ സുവിശേഷ വേലയ്ക്ക് പോയാലോ, പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ആരും പേടിക്കല്ല കേട്ടോ. പാസ്റ്റർമാരായി തീർന്നാൽ
പേടിക്കണ്ട. അത് ഏറ്റവും നല്ല, ഏറ്റവും വലിയ സന്തോഷം. അത് പോട്ടെ, അതല്ല. എങ്ങനെയാണേലും യേശുമായിട്ടൊരു ബന്ധത്തിന്. കാരണം ഞാൻ പറഞ്ഞ ഓരോ ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള, ഓരോ കുടുംബങ്ങൾ 10, 25, 30, 35 വർഷം ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുക. ചിലർക്ക് പേടിയാ. ഒരു സുവിശേഷം ആയിപ്പോയാലോ, പാസ്റ്റർ ആയിപ്പോയാലോ എന്നൊരു പേടി, ഏതാണ്ട് ഒരു കുറച്ചിലാണെന്ന്. വേണ്ട, അത് കൂടുതലായിട്ട് തന്നെ ചിന്തിക്കണം. എത്രയോ ജനങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യാൻ നോക്കുന്നു. ഏത് ജോലിയാണെങ്കിലും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, തീർന്നല്ലോ. സോറി, റിട്ടയർ ചെയ്യുന്നവരെ താക്കാരോട് പറയുമല്ല, അവിടെ തീർന്നല്ലോ. ആത്മീയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ഒക്കുന്നവരാണെങ്കിലും ഉണ്ടല്ലോ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും പിന്നെ അനേകരെ നമ്മൾ പിന്നെയും ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ലിമിറ്റില്ലാതെ. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശുമായിട്ടൊരു ബന്ധത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഒരു കാര്യം ഓർത്തോണം. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, അതും ഇതും ഒക്കെ വരുമെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പിടിച്ചു വലിച്ച് തിരിച്ചു കൊണ്ടുവരും. നമ്മൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. കണ്ണുനീരില്ലെങ്കിൽ ദൈവസേനയിൽ പോയിരിക്കുവാണ്, കർത്താവേ എനിക്ക് കണ്ണുനീർ തരണം. ഹൃദയം തകർന്ന് നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അടുത്ത തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ്റെ പദ്ധതിയുണ്ട്, ഈ ലോകത്തിൻ്റെയും പദ്ധതിയുണ്ട്. വളരെ കെയർഫുള്ളായിട്ട്. അടിസ്ഥാനം ക്രിസ്തു തന്നെ ആയിരിക്കണം. സ്തോത്രം. യേശുമായിട്ടുള്ള ബന്ധം, സ്നേഹം, ജ്ഞാനം, ബൈബിൾ ജ്ഞാനം ഒക്കെ നല്ലതാട്ടോ. ബൈബിൾ ഒത്തിരി അറിഞ്ഞിരിക്കുന്ന അതിൻ്റെ അറിവ്, അതൊക്കെ നല്ലതാണ്. എന്നാലും അറിവ് പോരാ. ഇവിടുന്ന് ഇച്ചിരി താപ്പോട്ട് ഒരാടി താഴോട്ട് ഹൃദയത്തിലോട്ടൊന്ന് ഇറങ്ങണം. അവിടെ അതിൻ്റെ വ്യത്യാസം വരാൻ പോകുന്നത്. സ്തോത്രം. അപ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ ഈ വേദഭാഗത്ത് നിന്ന് പറയാൻ താല്പര്യപ്പെടും. ഒന്ന്, ഒരു നല്ല അടിസ്ഥാനം കൊണ്ട് നമ്മൾ ആരംഭിക്കുക. 10-11 വാക്യങ്ങൾ, നല്ല അടിസ്ഥാനം ഇവിടുന്ന് ദൈവത്തിൻ്റെ കൃപയാലാണ്. നമ്മൾ അടിസ്ഥാനം ഇട്ട് കൊടുക്കുക. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? ആ അടിസ്ഥാനത്തെ പണിയുക. ആ അടിസ്ഥാനത്തെ പറയുക. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയുക, വേണ്ടേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ജോലിയാണ് അടിസ്ഥാനം ഇട്ട് കൊടുക്കാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഇട്ട് തന്നു, ഫൈൻ. ഇനി നിങ്ങളുടെ ജോലിയാണ് അവരുടെ ജീവിതത്തിൽ അടിസ്ഥാനം ഇട്ട് കൊടുക്കാൻ. നിങ്ങളുടെ ജോലിയാണ്, ചെയ്തോണം, സൂക്ഷിച്ചോണം. അല്ലെങ്കിൽ പഠിത്തം, ജോലി, മിനിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി പോയിട്ട് വെയിറ്റ് ശാന്തമായിട്ട് ഇച്ചിരി സ്ലോ ഡൗൺ ചെയ്യുക. ധൃതി വേണ്ട. നാളെ തന്നെ ലോകം മുഴുവൻ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? നമുക്ക് മറ്റാൾ ചെയ്യാം. ഇപ്പം തന്നെ ധൃതി പിടിച്ച് നാളെ തന്നെ എനിക്ക് ലോകം മുഴുവൻ വേണ്ട. ഇച്ചിരി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഇച്ചിരി ഒന്ന് സ്ലോ ചെയ്യുക. ഗിയറൊന്ന് താത്തിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ ദൈവസേനയിൽ ഇരിക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ദൈവസേനയിൽ ഒരുമിച്ച് കുടുംബമായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുക. കുഞ്ഞുങ്ങൾ കാണട്ടെ നിങ്ങളുടെ കണ്ണുനീര്. അതുകൊണ്ടാണ് കുടുംബങ്ങൾ ഒരുമിച്ചിരിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. കുഞ്ഞുങ്ങൾ കാണണം, മാതാപിതാക്കൾ അവരുടെ കണ്ണുനീര് കുഞ്ഞുങ്ങൾ കാണണം. സ്തോത്രം. മാതാപിതാക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും പാട്ട് പാടുന്നതും കൈകൊട്ടുന്നതോ എന്തുവാന്നുള്ളതെല്ലാം കുഞ്ഞുങ്ങളത് കാണണം. അത് വളരെ പ്രാധാന്യമാണ്. അത് അവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരണം. അടിസ്ഥാനം. രണ്ടാമത് 12-13 വാക്യങ്ങൾ. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാകും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. നമ്മൾ ഈ കെട്ടിടം പണിതപ്പോൾ അടിയിൽ ഇട്ട കമ്പി നല്ല സാധനമായിരുന്നോ? സോറി, ഫിലിപ്പിനെ പിന്നെയും പറയുന്ന കാര്യം, നല്ല കമ്പിയായിരുന്നോ? ആവശ്യത്തിന് സിമെൻ്റ് ഉണ്ടായിരുന്നോ? ആവശ്യത്തിന് മെറ്റലുണ്ടായിരുന്നോ? ആവശ്യത്തിന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആവശ്യത്തിനുണ്ടായിരുന്നോ? അത് കറക്റ്റായിട്ടുള്ളതായിരുന്നോ? നല്ല ക്വാളിറ്റി ആയിരുന്നോ? നല്ല ക്വാളിറ്റി അല്ലെങ്കിലും നല്ലപോലെ പെയിൻ്റ് അടിച്ച് നല്ല മനോഹരമാക്കി മിനുക്കിയെടുത്ത് കണ്ടാൽ പറയും, ഓ എന്ത് നല്ല സാധനമാണെന്ന് പറയാം അല്ലേ. എന്നാലും ക്വാളിറ്റി മെറ്റീരിയൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു കാറ്റ്, ചെറിയൊരു ഭൂമികുലുക്കം, നമ്മളത് അനുഭവിച്ചതാണ്. ചെറിയൊരു ഭൂമികുലുക്കം അനുഭവിച്ചേ ഇവിടെ. ഭൂമികുലുക്കം, എന്തെങ്കിലും ഒരു തീ പിടിച്ചു, എന്തെങ്കിലും വന്നാൽ ഇതെല്ലാത്തിനും പ്രശ്നമായിത്തീരും.
ഇവിടെ പറഞ്ഞത് എന്തുവാ? ചില മെറ്റീരിയൽസ്, ലാസ്റ്റിംഗ് അല്ലാത്ത ടെമ്പററി ആയിട്ട് ചില മെറ്റീരിയൽ ഉണ്ട്. തടി, വൈക്കോല്, വിലക്കുറവാ. പുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, പുല്ല് വിലക്കുറവാ, വലിയ വിലയൊന്നുമില്ല. അതും കൊണ്ട് അടുക്കി അങ്ങ് പണിയാമല്ലോ. ലാഭമല്ലയോ, എളുപ്പമല്ലയോ? തീർച്ചയായിട്ടും ലാഭവും എളുപ്പവും നോക്കരുത്. എന്ത് ചെയ്യണം? പൊന്നും വെള്ളിയും വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങളും കൊണ്ട് പണിയാമെങ്കിൽ എന്തു ചെയ്യും? അത് നിലനിൽക്കും. ആ ദിവസത്തിൽ എന്നൊരു വാക്കുണ്ട്, ഓൺ ദാറ്റ് ഡേ. ഏത് ദിവസം എന്നറിയാമോ? ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട് കേട്ടോ. ആ ന്യായവിധി ദിവസത്തിൽ തീയും കൊണ്ടെന്നാ പറയുന്നത്. അപ്പൊ എന്നറിയാം, തീ കത്തിയാല് ഈ വൈക്കോലും പുല്ലും തടിയും കത്തി ചാമ്പലായി അവിടെ ഒന്നും സാധനം കാണത്തില്ല. എന്നാലും സ്വർണവും വെള്ളിയൊക്കെയോ തീയത്തോട്ട് വെച്ചാൽ അതെന്ത് ചെയ്യും? അതിനെ പ്യൂരിഫൈ ചെയ്ത്, സ്വർണം തീയത്ത് വയ്ക്കുമ്പോൾ അതിനെ പ്യൂരിഫൈ ചെയ്ത് ഇച്ചിരി പ്യൂറായിട്ടൊരു സ്വർണമായി തീരും. സ്തോത്രം. നമ്മളെ ആത്മീയജീവിതം പണിതെടുക്കുമ്പോൾ പ്രാർത്ഥന, ഉപവാസനം, ദൈവവചനം വായിക്കുന്നത്, ദൈവവചനം പഠിക്കുന്നത് എല്ലാം മെനക്കെട്ട പരിപാടിയാണ്, സമയമെടുക്കുന്ന പരിപാടിയാണ്. അതിനുവേണ്ടി മറ്റ് കാര്യങ്ങൾ മാറ്റി വയ്ക്കണം. രാവിലെ ഒത്തിരി തിരക്കാം, പിള്ളേരെ സമയത്തിന് സ്കൂളിൽ വിടണം അല്ലേ? നമ്മൾ പിള്ളേരെ ഒരിക്കൽ പോലും താമസിപ്പിക്കത്തില്ല അല്ലേ? ചർച്ചിൽ ഒരിക്കലും നമുക്ക് സമയത്തിന് വരാനൊക്കത്തില്ല. എന്നാലും പിള്ളേരെങ്ങനെങ്കിലും വീട് എടുത്തിട്ട് മറിച്ച് ഫൗണ്ടേഷൻ മുകളിലാക്കി എടുത്താലും കുഞ്ഞുങ്ങൾ സമയത്തിന് സ്കൂളിലെത്തിയിരിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ അത്, അവരുടെ ഭാവിക്ക് അത് ഇമ്പോർട്ടൻ്റാ. ചർച്ചിൽ വരുന്ന കാര്യം പറയുമ്പോൾ ചില 9 വരുന്നത്. നമ്മുടെ ആരാധനയ്ക്ക് അങ്ങോട്ട് സമയം പോരാ, ഒരു മണിക്കൂറെങ്കിലും ചെലവഴിക്കണം. വരുന്ന എത്ര? 9 മണിയാവും. പാട്ടിൻ്റെ സമയം തീരാറാണ്. പാട്ട് നമ്മൾ കുറേയൊക്കെ പാടണം. വരുന്ന 9 ആകുമ്പോഴാണ്. ആ പുള്ളികൾ 9 മണിക്ക് ആരാധന വെച്ചാലും 9:30 വരും. ഞാൻ കുറ്റം പറയാൻ വേണ്ടിയല്ല, നല്ലൊന്ന് വിരളി ഉണ്ടാൻ വേണ്ടിയാ. എല്ലാ ഞായറാഴ്ചയും സമയത്തിന് ആരാധനയ്ക്ക് വരാം എന്ന് ഞാനങ്ങ് ഉറപ്പിക്കുമല്ല. എനിക്കറിയാം പല പല സിറ്റുവേഷൻസ്, ഓരോ ഭവനങ്ങളിൽ, ഓരോ കുടുംബങ്ങളിൽ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുണ്ട്. എന്നാലും ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് പറയുമോ? ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ഉണ്ട്, കംപ്ലൈൻറ്റ് പറയത്തില്ല. അതിൻ്റെ അർത്ഥം ഒരു കാര്യമേ ഉള്ളൂ കേട്ടോ. ഞാനൊരു ചിരിച്ച മുഖത്തോടെയും പറഞ്ഞിട്ട് സന്തോഷത്തോടെ പറയാം. അതിൻ്റെ അർത്ഥം ഒരു കാര്യമുള്ള, അതിൻ്റെ മൂല്യം കുറവാണ് കേട്ടോ. ആരും എന്നോട് വിഷമിക്കല്ലേ, വിഷമാകുന്നതിലും കുഴപ്പമില്ല, എന്നാലും വിഷമിക്കല്ലേ. അതിൻ്റെ അർത്ഥം ആത്മീയമായിട്ട് കാര്യങ്ങൾ നമ്മുടെ മൂല്യങ്ങൾ കുറവാണ്. സ്തോത്രം പറയാനൊക്കത്തില്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. കാരണം അത് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ, അടുത്ത തലമുറയിൽ, വരാൻ പോകുന്ന തലമുറകളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മെനക്കെട്ട് ഉറക്കം കളഞ്ഞാലും മറ്റു കാര്യങ്ങൾ കളഞ്ഞാലും നമ്മളത് ചെയ്തിരിക്കണം. അവിടെ ഞാൻ പറയുന്നത്, ആരും 8:30 വരല്ലേ, 8 മണിക്ക് വന്നാൽ മതി. സ്തോത്രം. വിസിറ്റേഴ്സായിട്ടുള്ള ഗസ്റ്റായിട്ട് വരുന്നവർ അവരോട് പറയാം 8:30 വരാൻ പറ. അങ്ങനെ ആകുമ്പോൾ അവരും 9 ആകുമ്പോഴത്തേന് വരുമായിരിക്കും. സ്തോത്രം. നമ്മൾ ആത്മീയ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം പണിതെടുക്കുന്നത് നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, വിലപിടിപ്പുള്ള മെറ്റീരിയൽസ്. കാർഷെഡിന് മുകളിൽ ആസ്ബറ്റോസ് പല പ്രശ്നമായി, കിഴുത്തയാ, ലീക്കിങ്ങാ, അതിൻ്റെ പുറത്ത് പൊടിയും മണ്ണും ഒക്കെ വീണിട്ട് ഇപ്പം വേറെ ഓരോന്നൊക്കെ കിളിക്കുമായിരുന്നു. മരം
കൃഷി ഒക്കെ ആയിട്ടുണ്ട് അതിൻ്റെ പുറത്ത്. അതെല്ലാം അതിൻ്റെ അടി വണ്ടി ഇടാൻ പേടിച്ചായിരുന്നു. അതുകൊണ്ട് അത് മാറ്റി ഷീറ്റാക്കി. ചോദിച്ചു, GI വേണോ മറ്റേ സാധനം വേണോ? ചിന്തിക്കണം അല്ലേ? ഞാൻ ചോദിച്ചു, എത്ര വർഷം കാണുമായിരിക്കും GIയുടെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ എത്ര? അതും വിലയും എല്ലാം കൂടെ നോക്കിയിട്ട് ഞാൻ GI മതി എന്ന് പറഞ്ഞു. കാർഷിണ്ട പാട്ടയാ അത്. അതിനകത്ത് പാർക്ക് ചെയ്യുന്ന സാധനം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയിരിക്കും. എന്നാലും അതും പാട്ടയാ. കുറച്ച് കഴിയുമ്പോഴത്തേനും അതും തുരുമ്പിടിച്ച് ആക്രിക്ക് വേണ്ടി കൊള്ളത്തുള്ളൂ. ഇപ്പം നല്ല മിനുക്കി നല്ല രസമായിട്ടൊക്കെ ഇരിക്കും. കുറച്ചാൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ശരിയല്ല അല്ലേ? ആദ്യം കിട്ടുമെന്നുള്ള മനോഹരമാണ്, പിന്നെ അത് ശരിയല്ല. എല്ലാം ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ ചില വില കുറച്ചാലും കുഴപ്പമില്ല, ചില ക്വാളിറ്റി കുറഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ പുറത്ത് നല്ല മനോഹരമായിട്ട് പെയിൻ്റ് അടിച്ച് നമ്മൾ നല്ല മിനുക്കി എടുക്കാം. എന്നാലും നിലനിൽക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, വരാൻ പോകുന്ന തലമുറ, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തലമുറകൾ പോലും, സ്തോത്രം, അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പണിയുമ്പോഴുണ്ടല്ലോ, വില കൊടുക്കണം, പണം കൊടുക്കണം, സമയം കൊടുക്കണം, മെനക്കേട്, തീർച്ചയായിട്ടും മെനക്കെടണം. അതിനുവേണ്ടി നമ്മൾ മെനക്കെട്ടേ പറ്റൂ. സ്തോത്രം. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്. എങ്ങനെയും പോയി പള്ളി ഭക്തി പോയി അങ്ങോട്ട് നിന്ന് കുരിശ് വരച്ച് പോകുന്ന നമുക്കതൊക്കത്തില്ല. സ്തോത്രം. ആത്മീയ ജീവിതം നമ്മൾ പണിതെടുത്തേ പറ്റൂ. എനിക്കറിയാം, ഞാൻ പിന്നെ സെയിം കാര്യങ്ങൾ ആവർത്തിക്കുക. എന്നാലും ഇത് വേറെ ഏത് രീതിയിൽ എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. സ്തോത്രം. ആ ദിവസം, ഒരു ദിവസമുണ്ട്, ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്, ഒരു ജഡ്ജ്മെൻ്റ് ഡേ ഉണ്ട്. നമ്മളത് മറക്കരുത്. ആ ദിവസം സംഭവിക്കാൻ പോകുന്ന കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ പോകുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ചോണം. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യും, പലതും കത്തിപ്പോവും. നിലനിൽക്കുന്ന ചില നല്ല വിലപിടിപ്പല്ല നല്ല കാര്യമുള്ള അത് നിലനിൽക്കും. സ്തോത്രം. അത് നിലനിൽക്കും. ഓരോരുത്തരും ചെയ്ത് അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. പിന്നെ അതിനകത്ത് ഒന്ന് വായിക്കാമോ? 13-ാം വാക്യത്തിന്റെ അവസാനം, ആ വ്യക്തി രക്ഷപ്പെടും. എങ്ങനെ പറഞ്ഞേക്കുന്നത്? ആ ദിവസം അതിനെ തെളിവാകും, അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. താൻ തീയിൽ കൂടി എന്ന പോലെ താനോ രക്ഷിക്കപ്പെടും. ഓർത്തോണേ, രക്ഷ കൃപയാലാണ്, രക്ഷ പ്രവൃത്തിയാലല്ല, പ്രതിഫലം പ്രവൃത്തിയാല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടാനൊക്കത്തില്ല, പ്രവൃത്തി കൊണ്ട് പാപമോചനം ഒക്കത്തില്ല, പ്രവൃത്തി കൊണ്ട് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ നോക്കത്തില്ല. നല്ല നല്ല കാര്യങ്ങൾ, നമ്മളിന്ന് ഓർഫനേജിൽ പോകണം കേട്ടോ, പോകാനൊക്കുന്നവരെല്ലാവരും നല്ല പ്രവൃത്തിയാണ്, അതുകൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല കേട്ടോ. രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തി, യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി ആ ചെയ്ത പ്രവൃത്തി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പം നമ്മുടെ രക്ഷയെക്കുറിച്ച് വിഷമിക്കേണ്ട, രക്ഷ ക്രിസ്തു ചെയ്തു. ഇനിയും പ്രതിഫലം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ഒന്നും ഇല്ലാത്തവരോ തീയിൽ കൂടെ എന്ന് പറഞ്ഞ് എങ്ങനെങ്കിലും അവിടെ എത്തിച്ചെല്ലും, എങ്ങനെങ്കിലും അവിടെ എത്തിച്ചെല്ലും. ഓക്കെ, അതേ താല്പര്യമുള്ളൂ, എന്നാൽ പിന്നെ അത് മതി. എന്നാലും വരുന്ന പ്രശ്നം ഇതേ ഉള്ളൂ, ശ്രദ്ധിച്ചോണേ, അതിൻ്റെ പ്രശ്നം ഇതേ ഉള്ളൂ, നിങ്ങൾ എത്തിച്ചെല്ലും. ഞാൻ തലമുറകളോ, പണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കസിൻ വളരെ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു, ഷാജി, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ കൊടുത്തു, ഞങ്ങൾ അവർക്ക് ആവശ്യമുള്ള ഒരു കുറവുമില്ല, അതെല്ലാം ഞങ്ങൾ കൊടുത്തു, യേശുവിനെ കൊടുക്കാനൊത്തില്ല. ഞാനിപ്പോഴത് ദുഃഖിക്കുന്നു, എന്തോ ചെയ്യാനാ, ഞാൻ എന്തോ പറയാനാ. സ്തോത്രം. 2 കുഞ്ഞുങ്ങൾ, നല്ല കുഞ്ഞുങ്ങൾ, യേശുവിനെ കൊടുക്കാനൊത്തില്ല. ഇറ്റ്സ് ടു ലേറ്റ്. ആ സമയത്ത് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല, ഒത്തിരി ലേറ്റായിപ്പോയി.
കുഞ്ഞു പ്രായമായിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അടിസ്ഥാനമിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, വേറെ ആരുടെ ഉത്തരവാദിത്തമല്ല, നമ്മുടെ തന്നെ ഉത്തരവാദിത്തം. പിന്നെ നമ്മൾ മറ്റുള്ളവർ വിരൽ ചൂണ്ടിയിട്ട് സ്കൂളിൽ ഇങ്ങനെ ആയിരുന്നു, അവരിങ്ങനെ ആയിരുന്നു, ഇവരിങ്ങനെ ആയിരുന്നു, സഭയിൽ ഇങ്ങനെ ആയിരുന്നു, ഇന്നാരും ശരിയല്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ശരിയല്ല. നമ്മുടെ ഉത്തരവാദിത്തം ആ അടിസ്ഥാനം ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. മൂന്നാമത് 14 തൊട്ട് 16 വരെ. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. 16 വരെയുള്ള 16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ മന്ദിരം ഇത് ഒരു കെട്ടിടമാണ് കേട്ടോ. ഇതൊരു കെട്ടിടമാണ്, ചർച്ചല്ല, ഇതൊരു കെട്ടിടമാണ്, സഭയല്ല. വചനത്തെ പറഞ്ഞേക്കുന്ന സഭ, ചർച്ച് നമ്മുടെ ശരീരമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഒരു ദേവാലയം നമ്മളാണ്. സ്തോത്രം. അത് ഓർത്തോണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ, വരാൻ പോകുന്ന തലമുറ അത് ഓർക്കണം. അവസാനിപ്പിക്കുമ്പോഴും ഞാനിതൊന്ന് പറഞ്ഞോട്ടെ, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഓർത്തോണ്ട് ഞാൻ പണിയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, വരാൻ പോകുന്ന തലമുറകൾ, അവരുടെ ജീവിതം ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാൻ വേണ്ടിയുള്ള നല്ല നല്ല വ്യക്തിത്വത്തെ ഞാൻ പണിതെടുക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാൻ വേണ്ടിയുള്ള നല്ല ജീവിതങ്ങൾ, നമ്മുടെ മനസ്സുകൾ നമ്മൾ പണിതെടുക്കുക, നമ്മൾ ഓർക്കുക. സ്തോത്രം. തീർച്ചയായിട്ടും അത് അനുഗ്രഹമാണ്. സ്തോത്രം. എനിക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കും. അവർക്ക് അവരുടെ പ്രായത്തിലുള്ള കാര്യങ്ങളെ ഒക്കത്തുള്ളൂ. എന്നാലും നമ്മൾ ഇച്ചിരി ക്ഷമയോടെ ഇരിക്കുക. ഇനിയും കുഞ്ഞുങ്ങളെ നമുക്ക് വേണം. പ്രാർത്ഥിക്കുക. ദൈവം അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം ഒന്ന് കാണുക. ശരിയാ, ചിലപ്പോൾ ഇച്ചിരി ഡിസ്റ്റർബൻസ് ആവും, എന്നാലും നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളായി കുഞ്ഞുങ്ങളെന്ന് ഓർക്കുക. അവരുടെ ജീവിതവും ഇതുപോലെ നമ്മൾ പണിതെടുക്കേണ്ടതാണ്. അതൊക്കെയാണ് നമുക്കുള്ള വലിയൊരു അനുഗ്രഹങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ്. അവരുടെ ശരീരവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമാണ്. നമ്മൾ ആരെങ്കിലും ഓർത്ത് നമ്മൾ പണിയാൻ റെഡി ആയിരിക്കണം. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ഒന്ന്, നല്ല അടിസ്ഥാനം കൊണ്ട് നമ്മുടെ പണി ആരംഭിക്കണം. നല്ല അടിസ്ഥാനം എന്തുവാ? ക്രിസ്തു നമ്മളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ക്രിസ്തുവിനെ എപ്പോഴും ദൈവവചനಕ್ಕೆ ഭവനത്തിൽ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകൾ, ദൈവവചനം വായിക്കുന്ന പോഡ്കാസ്റ്റ്, ഇങ്ങനെയുള്ളത് കേട്ടുകൊണ്ടിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റണം. നമ്മൾ വീട്ടിൽ ചെല്ലും, ആരെങ്കിലും വരുമ്പോൾ വഴക്കും ബഹളമൊന്നും ആയിരിക്കല്ലേ. കാരണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ചിലർ. ഓരോരോ TV-ക്കകത്തുള്ള ഓരോ പരിപാടി, അവിടുത്തെ വഴക്ക്, വല്ലോൻ്റെ വീട്ടിലെ വഴക്കും, ഇതെല്ലാം കൂടെ നമ്മുടെ വീട്ടിൽ എന്തിനാക്കി? അതിൻ്റെ ആവശ്യമില്ല. അത് തെറ്റാന്നോ പാപമാണോ എന്ന് ഞാൻ പറയുമല്ല. എന്തിന് വല്ലോടത്തെ ട്രാഷ്, വല്ലോടത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിലോട്ട് കയറേണ്ട ആവശ്യമില്ല. രണ്ടാമത്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, നല്ല ബിൽഡിംഗ്, ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് വില കൊടുക്കണം, മെനക്കെടണം, പണം ചെലവാക്കും. സ്തോത്രം. മറ്റു കാര്യങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ നമ്മൾ റെഡി ആയിക്കോണം. ഒരു ദേവദാസനൊരു പറഞ്ഞതിന് 2 മാസം മുമ്പേ പറഞ്ഞ് ഞാൻ കേട്ടു. നമ്മളൊരു വീട് പണിയാൻ പോകാമെന്നെങ്കിൽ എന്ത് ചെയ്യും? അതിനുവേണ്ടി പൈസ മാറ്റി വെച്ചേ പറ്റൂ. പൈസ പ്രോപ്പറായിട്ട് ഒരു വീട് പണിക്ക് വേണ്ടി മാറ്റി വയ്ക്കണമെങ്കിൽ മറ്റ് കാര്യങ്ങൾ വേണ്ടാന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. മറ്റ് പല കാര്യങ്ങളും ഇപ്പം വേണ്ട, അത് മാറ്റി വെച്ചേരെ, ഇത് വേണ്ട, ഇത് കുറയ്ക്കാം, അത് കുറയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി മറ്റ് പല കാര്യങ്ങളും കുറച്ച് മാറ്റി വെച്ചിട്ട് വളരെ കഷ്ടത അനുഭവിച്ച് ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കും. മൂന്നാമത്, അവസാനത്തെ ന്യായവിധി വരുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരാനുണ്ട്. എങ്ങനെയായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം, എങ്ങനെയായിരിക്കണം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള പല പല നിർദ്ദേശങ്ങൾ ദൈവം നമുക്ക് തരാനുണ്ട്. അതിന് നമ്മൾ റെഡി ആയിരിക്കണം. സ്തോത്രം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് വയ്ക്കാമോ?